ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അങ്കമാലിയിലും മൂക്കന്നൂരിലും വിദ്യാരംഭം 2025 ആഘോഷമായി. അങ്കമാലി എളവൂർ കവല കരയാമ്പറമ്പ് സ്പ്രിംഗ് ഫീൽഡ് ബിൽഡിംഗിലും മൂക്കന്നൂർ പാലാ ജംഗ്ഷൻ VK ആർക്കേഡ് ബിൽഡിംഗിലും BMC ഗ്ലോബൽ ലൈഫ്, കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസി, BMC ന്യൂസ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാരംഭം 2025 ഒക്ടോബർ 2 നടന്നു. രാവിലെ 9 മുതൽ 12 വരെ അങ്കമാലിയിലും വൈകിട്ട് 4 മുതൽ 7 വരെ മൂക്കന്നൂരിലും നടന്ന ചടങ്ങിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു. കുട്ടികൾക്ക് ആദ്യാക്ഷരം എഴുതിക്കൊടുക്കുന്നതിനൊപ്പം കലാരംഗത്തെ വിവിധ മേഖലകളിൽ പ്രവേശനത്തിനും തുടക്കമായി. ഭരതനാട്യം, മോഹിനിയാട്ടം, സിനിമാറ്റിക് വെസ്റ്റേൺ ഡാൻസ്, കർണാടക സംഗീതം, വാദ്യസംഗീതം, സൂംബ, ഫിറ്റ്നസ് ക്ലാസുകൾ, ഡ്രോയിംഗ്, പെയിന്റിംഗ്, ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്, സ്കൂൾ, വിവാഹ കൊറിയോഗ്രാഫി തുടങ്ങിയ വിഷയങ്ങളിൽ അഡ്മിഷൻ വിദ്യാരംഭ ദിനത്തിൽ സ്വീകരിച്ചു. പ്രാദേശികരുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിൽ നടന്ന പരിപാടി കലാപരവും വിദ്യാഭ്യാസപരവുമായ പുതിയ തുടക്കങ്ങൾക്ക് വഴിവച്ചതായി സംഘാടകർ അറിയിച്ചു. NSS രാഷ്ട്രീയമായി സമദൂരത്തിൽ, നല്ലതിനെ അംഗീകരിക്കും, കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കാൻ ശ്രമിക്കരുത്, സുകുമാരൻ നായർ. സർക്കാരുമായി അടുക്കുന്നതിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ നിലപാട് വീണ്ടും ആവർത്തിച്ച് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSS രാഷ്ട്രീയമായി സമദൂരത്തിലാണ്, പക്ഷേ സമദൂരത്തിൽ ശരിദൂരം കണ്ടെത്തിയെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ഇന്നലെ നടന്ന വിജയദശമി സംഗമത്തിലാണ് സുകുമാരൻ നായർ നിലപാട് വ്യക്തമാക്കിയത്. NSSനെ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും BJPയുമാക്കുവാൻ ആരും ശ്രമിക്കരുത്. അയ്യപ്പ സംഗമത്തിലെ NSS സാന്നിധ്യം രാഷ്ട്രീയവൽക്കരിക്കുവാനാണ് ശ്രമം നടക്കുന്നതെന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. നല്ലതിനെ NSS അംഗീകരിക്കും, വിശ്വാസം, ആചാരം എന്നിവ സംരക്ഷിക്കുകയാണ് NSS നിലപാട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം NSSന് ആവശ്യമില്ലെന്ന് സുകുമാരൻ നായർ വ്യക്തമാക്കി. അക്രമം തുടർന്നാൽ CPIM നേതാക്കളുടെ വീടുകൾക്ക് ബോംബെറിയും, കണ്ണൂരിൽ ഭീഷണി പ്രസംഗവുമായി BJP നേതാവ്. കണ്ണൂരിൽ BJP നേതാവിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞ സംഭവത്തിൽ ഭീഷണി പ്രസംഗവുമായി BJP നേതാവ്. BJP കണ്ണൂർ നോർത്ത് ജില്ലാ സെക്രട്ടറി അർജുൻ മാവിലക്കണ്ടിയാണ് ഭീഷണി പ്രസംഗം നടത്തിയത്. അക്രമം തുടർന്നാൽ CPIM നേതാക്കളുടെ വീടുകൾക്ക് ബോംബെറിയും. ഇന്നലെ രാവിലെ ചെറുകുന്നിൽ BJP നേതാവിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായിരുന്നു. ആക്രമണത്തിനെതിരായി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് പ്രസംഗം. കണ്ണിൽ നിന്നല്ല നെഞ്ചിൽ നിന്നും കണ്ണീർ വീഴ്ത്തും. CPIMന്റെ ബ്രാഞ്ച് ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ വീട് തനിക്കറിയാം. ഓരോരുത്തരുടെയും മക്കൾ എവിടെ പഠിക്കുന്നു എന്നും അറിയാം. വേണ്ടിവന്നാൽ നിയമം കയ്യിലെടുത്ത് നടപ്പാക്കുമെന്നും അർജുൻ മാവിലക്കണ്ടി പറഞ്ഞു. പ്രാദേശിക BJP നേതാവിന്റെ വീടിന് നേരെയാണ് ഇന്നലെ ബോംബേറുണ്ടായത്. BJP കല്യാശ്ശേരി മണ്ഡലം ജനറൽ സെക്രട്ടറി വിജു നാരായണന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ഇന്നലെ പുലർച്ചെ 2:30യോടെയാണ് സംഭവം നടന്നത്. സംഭവത്തിന് പിന്നിൽ CPIM ആണെന്ന് BJP ആരോപിച്ചു. നേരത്തെ BJP-CPIM സംഘർഷം നടന്നിരുന്ന പ്രദേശത്താണ് വിജുവിന്റെ വീട്. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഇന്ത്യ-ചൈന വിമാന സർവീസുകൾ ഈ മാസം പുനരാരംഭിക്കും. ഇന്ത്യ-ചൈന വിമാന സർവീസുകൾ ഈ മാസം പുനരാരംഭിക്കും. ഈ മാസത്തോടെ വിമാന സർവീസുകൾ പുനരാരംഭിക്കും എന്നാണ് വിവരം. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. ഈ മാസം അവസാനത്തോടെയായിരിക്കും സർവീസുകൾ പുനരാരംഭിക്കുക. എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികളോട് ചൈനയിലേക്ക് വിമാന സർവീസുകൾ നടത്തുവാൻ തയ്യാറാകുവാൻ ഇന്ത്യൻ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. 2020 ജൂണിൽ കിഴക്കൻ ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യ-ചൈന ബന്ധം വഷളായിരുന്നു. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ LAC സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും നിരവധി റൌണ്ട് സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. വനിതാ ലോകകപ്പിനിടെ ആസാദ് കശ്മീർ പരാമർശവുമായി പാകിസ്ഥാൻ താരം സന മിർ. പിന്നാലെ പ്രതിഷേധം. വനിതാ ലോകകപ്പിനിടെ വിവാദ പ്രസ്താവനയുമായി പാകിസ്ഥാൻ മുൻ താരവും കമന്ററുമായ സന മിർ. മത്സരത്തിനിടെ ആസാദ് കാശ്മീർ എന്ന പരാമർശമാണ് വിവാദത്തിലായത്. പാക് അധിനിവേശ കാശ്മീരിനെ പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന പേരാണ് ആസാദ് കാശ്മീർ. സന മിറിന്റെ പ്രസ്താവനയ്ക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വൻ പ്രതിഷേധമുയർന്നു. ICC നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. ഇപ്പോൾ പുരോഗമിക്കുന്ന പാകിസ്ഥാൻ ബംഗ്ലാദേശ് മത്സരത്തിനിടെയാണ് വിവാദ പ്രസ്താവന നടത്തിയത്.
മത്സരം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ പാക് താരം നതാലിയ പർവേസിനെ ആസാദ് കാശ്മീരിൽ നിന്നുള്ള താരം എന്ന് സനാമിർ വിശേഷിപ്പിച്ചതാണ് വിവാദത്തിന് തിരികൊളുത്തിയിട്ടുള്ളത്. രാഷ്ട്രീയവും കായികരംഗവും കൂട്ടിക്കലർത്തുന്നതിനെതിരെ ICC കർശനമായി വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. സനാമിർ ക്രിക്കറ്റിലേക്ക് ഭൂമിശാസ്ത്രപരമായ രാഷ്ട്രീയം വലിച്ചിഴച്ചതിനും ഇന്ത്യയുടെ അവകാശവാദത്തെ ചോദ്യം ചെയ്യുവാൻ ശ്രമിച്ചതിനുമെതിരെ ആയിരക്കണക്കിന് ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധിച്ചത്. ICCയെയും BCCയെയും ടാഗ് ചെയ്തുകൊണ്ട് കമന്ററി പാനലിൽ നിന്നും സനാമിറിനെ നീക്കം ചെയ്യണമെന്ന് ആരാധകർ ശക്തമായി ആവശ്യപ്പെട്ടു. ഗോവയിൽ 140 രൂപ, കേരളത്തിൽ 700 രൂപയ്ക്ക് വിൽപ്പന. കൊല്ലത്ത് ഗോവ നിർമ്മിത മദ്യവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. കൊല്ലത്ത് 150 ലിറ്റർ ഗോവ നിർമ്മിത മദ്യവുമായി മധ്യവയസ്കൻ അറസ്റ്റിൽ. പട്ടത്താനം സ്വദേശി ഡാനി ജേക്കബാണ് പിടിയിലായത്. പൂജാ അവധിക്ക് അമിത വില ഈടാക്കി വിൽപ്പന നടത്തുന്നതിനായി കൊണ്ടുവന്ന മദ്യമാണ് പിടികൂടിയത്. കൂട്ടാളിക്കായി പോലീസ് തിരച്ചിൽ തുടങ്ങി. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈസ്റ്റ് പോലീസ് ജേക്കബിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് 150 ലിറ്റർ ഗോവ നിർമ്മിത മദ്യം പിടികൂടിയത്. ബിവറേജസ് അവധിയായാൽ ആവശ്യക്കാർക്ക് പറയുന്നിടത്ത് മദ്യം എത്തിച്ചു നൽകുന്നതാണ് ജേക്കബിന്റെ രീതി. ഗോവയിൽ 140 രൂപ വില വരുന്ന മദ്യം 700 രൂപയ്ക്കാണ് കേരളത്തിലെ വിൽപ്പന. വീടിന്റെ പല ഭാഗത്തായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മദ്യം. ജേക്കബിന് കൂടാതെ മറ്റു ചിലരും ഇതിൽ പങ്കാളികളാണെന്ന് പോലീസ് പറയുന്നു. ട്രെയിൻ മാർഗം കൊണ്ടുവരുന്ന മദ്യം ജേക്കബിന്റെ വീട്ടിലാണ് ഒളിപ്പിച്ചു വെക്കാറുള്ളത്. പോലീസ് എത്തുമെന്ന് മനസ്സിലാക്കി കൂട്ടാളി ഒളിവിൽ പോയി. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ജേക്കബിന്റെ ബാങ്ക് ഇടപാടുകളും പോലീസ് പരിശോധിക്കുകയാണ്. പോലീസിനെ വാഹനമിടിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമം, 3 പേരെ ചേസ് ചെയ്ത് പിടികൂടി പോലീസ്. മലപ്പുറത്ത് പോലീസിനെ വാഹനമിടിച്ച് അപായപ്പെടുത്തുവാൻ ശ്രമിച്ചവരെ 35 കിലോമീറ്റർ പിന്തുടർന്ന് പിടികൂടി പോലീസ്. കക്കൂസ് മാലിന്യവുമായി എത്തിയ വാഹനമാണ് പോലീസിനെ ഇടിച്ച് കടന്നുകളയുവാൻ ശ്രമിച്ചത്. 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ, താനൂർ, പരപ്പനങ്ങാടി പോലീസിന്റെ സംയുക്ത ഓപ്പറേഷനിലാണ് പ്രതികൾ പിടിയിലായത്. ചാപ്പനങ്ങാടി സ്വദേശി മുഹമ്മദ് റാഫി, അങ്ങാടിപ്പുറം സ്വദേശി ഫൌസാൻ, കടുങ്ങപുരം സ്വദേശി ജംഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതികൾ സഞ്ചരിച്ച വാഹനത്തെ പോലീസ് ചേസ് ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം നടന്നത്. തിരൂർ ടൌണിൽ തിരൂർ പോലീസ് പതിവ് വാഹന പരിശോധന നടത്തവെയാണ് കക്കൂസ് മാലിന്യവുമായ ഒരു വാഹനം കടന്നുവന്നത്. ഇതിനെ തടയുവാൻ ശ്രമിക്കുന്നതിനിടെ നിർത്താതെ മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് വാഹനത്തെ പോലീസ് പിന്തുടരുകയായിരുന്നു. കൈ കാണിച്ച് നിർത്തുവാൻ ശ്രമിച്ച SIക്ക് നേരെ വാഹനം ഓടിച്ചു കയറ്റുവാൻ ശ്രമിച്ചുവെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. വാഹനത്തിന് നമ്പർ പ്ലേറ്റ് ഉണ്ടായിരുന്നില്ല. ചാലിയത്ത് വച്ചാണ് പോലീസ് ഈ വാഹനത്തെ പിടികൂടുന്നത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.